ഒറ്റയ്ക്ക് എൻ്റെ ഭാര്യ ഇനി അരമണിക്കൂറോടെ ജീവിച്ചിരിക്കുള്ളൂ ഞാൻ എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. എന്തായാലും പറയാതിരിക്കാൻ നിവൃത്തിയില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് പറയാം. ഹലോ മിസ്റ്റർ, വീടല്ലേ? എന്തും സഹിക്കാനുള്ളൊരു കഴിവാണ് നമ്മൾ ആണുങ്ങൾക്ക് വേണ്ടത്. തീർച്ചയായിട്ടും ഡോക്ടർ. ഇപ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ പല പരീക്ഷണങ്ങളും തരുമായിരിക്കും, പക്ഷെ നമ്മളിതൊക്കെ സഹിച്ചേ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. ഇപ്പോൾ നിങ്ങളുടെ ഭാര്യ അകത്ത് കിടക്കാണല്ലോ, അവളുടെ കാര്യം ഞാനാണ് നിങ്ങളുടെ ഭാര്യയെ ചികിത്സിച്ചുകൊണ്ടിരുന്നത് ഡോക്ടർ. എനിക്കൊരു കാര്യം പറയാനുണ്ട്, ഒന്ന് വരൂ. വരൂ. എവിടെ പോന്ന്? അല്ല, ഞാൻ വന്നതാ. അങ്ങനെ വരൂ. നിങ്ങളുടെ ഭാര്യ, അതെ, ഞാൻ പറയാൻ പോകുന്ന കാര്യം കേട്ട് നിങ്ങൾ ഒരിക്കലും അപ്സെറ്റ് ആവരുത്. തീർച്ചയായും ഡോക്ടർ, പറയൂ ഡോക്ടർ. നിങ്ങൾക്കിത് അത് സഹിക്കാനുള്ളൊരു കഴിവാണ് വേണ്ടത്. ഓക്കെ, നിങ്ങൾ മനസ്സിനെ നിങ്ങൾ അതിനുള്ള സജ്ജമായിക്കണം. ഞാൻ സജീവമായി. നിങ്ങളുടെ ഭാര്യ അല്ല, അപ്പോൾ ഞാൻ വളരെ ശ്രമിച്ചു, പക്ഷേ നിങ്ങളുടെ ഭാര്യ പറഞ്ഞു ഡോക്ടർ, പറഞ്ഞു. നിങ്ങൾ സഹിച്ചേ പറ്റുള്ളൂ. പ്ലീസ്, നിങ്ങൾ എന്നെ കൂടെ പറയാനോ? നിങ്ങളുടെ ഭാര്യ ഇനി അരമണിക്കൂർ കൂടെ ജീവിച്ചിരിക്കുള്ളൂ. നിങ്ങൾ സഹിച്ചേ പറ്റൂ, പ്ലീസ്. ഇതാണ് വലിയ കാര്യം. 18 കൊല്ലമായിട്ട് ഞാൻ സഹിക്കാം. പിന്നെയാണോ ഡോക്ടർ ഈ അരമണിക്കൂർ? ഒന്ന് പോടോക്ടർ, പോടോളൂ. പിന്നെ ദൈവമേ. ഹലോ, പറയൂ സാറാമേ. ആക്സിഡന്റ് ആയിട്ട് വന്ന രോഗിയെ കിടത്താൻ സ്ഥലമില്ലെന്നോ? നമ്മുടെ പേവാടിന്റെ വരാന്ത കിടത്തുന്നേ. അവിടെ പട്ടി വെട്ടി കൊടുക്കുവാന്നു. എന്റെ സാറാമ്മ ചെന്നിട്ട് ആ പട്ടിയോട് എഴുന്നേറ്റ് പോകാൻ പറഞ്ഞിട്ട് അയാൾ അവിടെ കിടത്ത്. പിന്നെ സാറാമേ ഉച്ചയ്ക്ക് കാണണം കേട്ടോ. അത് പിന്നെ നമ്മൾ പിന്നെ അങ്ങനെയൊക്കെ പറയുമ്പോൾ ഡോക്ടർ പിന്നെ വിളിക്കാം. എന്താ പ്രശ്നം? ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ പ്രശ്നം? എന്റെ പേര് രാമനാഥ്. അതാണോ തന്റെ പ്രശ്നം? അതല്ല, എനിക്കല്ല പ്രശ്നം. പിന്നെ ആർക്കാണ്? എന്റെ അച്ഛനാണ്. തന്റെ അച്ഛൻ എന്താണ് പ്രശ്നം? എന്റെ സാറ്, എന്റെ അച്ഛൻ സർക്കാർ ഓഫീസിലെ ഒരു ടൈപ്പിസ്റ്റ് ആയിരുന്നു. പുള്ളി ഇപ്പൊ റിട്ടയർഡായി. അത് കഴിഞ്ഞ് പുള്ളിക്കുള്ള കുഴപ്പം എന്താണെന്നറിയാം? എന്താ കുഴപ്പം? രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു 10 മണിയാകുമ്പോൾ പുള്ളി കസേരയിൽ പോയിരിക്കും. എന്നിട്ട് ഇങ്ങനെ ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും വൈകുന്നേരം ഒരു 5 മണി വരെ. രാവിലെ 10 o'clock മുതൽ വൈകിട്ട് ഈവനിങ് 5 o'clock വരെ പുള്ളി ഇങ്ങനെ ടൈപ്പ് ചെയ്തുകൊണ്ടേയിരിക്കും അല്ലേ? ഇതിൽ നിന്നും എനിക്കൊരു കാര്യം മനസ്സിലായി. എന്ത്? തന്റെ അച്ഛൻ, യുവർ ഫാദർ, വളരെ ആത്മാർത്ഥതയുള്ള ഒരു ടൈപ്പിസ്റ്റ് ആയിരുന്നു. അതെ, നമുക്കൊരു പണി ചെയ്യാം. എന്താ? നമുക്ക്, അതായത് ഞങ്ങൾ ഡോക്ടർമാരുടെ ഭാഷയിൽ ഇതിനെ ടൈപ്പറൈറ്റിംഗ് കുലാബിയ ഓഫ് ദ മെഡുലോ ഒബ്ലോംഗേറ്റ ഫണ്ടറി എന്നാണ് പറയുന്നത്. എന്ത്? രണ്ടാമത് ചോദിച്ചാൽ എനിക്ക് പറയാൻ പറ്റി എന്ന് വരില്ല. ഒരൊറ്റ കാര്യം ചെയ്താൽ മതി, നമുക്ക് ഉറക്കാം. ആരെ? എൻ്റെ അച്ഛനെ ഉറക്കി കഴിഞ്ഞാൽ എങ്ങനെ ശരിയാവുന്നത്? ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇവിടുന്ന് കുറച്ച് ഉറക്ക ഗുളിക തരും. അത് വല്ല പാലിലോ കട്ടൻ ചായയിലോ വല്ല OPR-ലോ എന്തെങ്കിലുമൊക്കെ കലക്കി കൊടുത്ത് തൻ്റെ അച്ഛനെ താൻ ഉറക്കുന്നു. അങ്ങനെ അച്ഛൻ ഒരാഴ്ച ഗാഢമായ നിദ്ര. അതുകൊണ്ട് എന്താ നമുക്ക് പ്രയോജനം? ഒരാഴ്ച കഴിഞ്ഞ് എഴുന്നേൽക്കുമ്പോൾ തന്റെ അച്ഛന്റെ മനസ്സിൽ നിന്നും ഞാനൊരു സർക്കാർ ജോലിക്കാരനായിരുന്നു, ഒരു ആത്മാർത്ഥതയുള്ള ടൈപ്പിസ്റ്റ് ആയിരുന്നു എന്നുള്ള വിഭാഗിക ചിന്തയുടെ ഉത്കൃഷ്ടതയിലുള്ള ഗ്ലിതമുണ്ടല്ലോ, അത് മാറിക്കിട്ടും. മനസ്സിലായില്ല സാർ. രണ്ടാമത് പറയാൻ പറഞ്ഞ എനിക്ക് ബുദ്ധിമുട്ടാണ്. ഒന്നും ചോദിക്കരുത്. എന്തായാലും നമ്മൾ രണ്ടുപേരും ചേർന്ന് തന്റെ അച്ഛനെ ഒരാഴ്ച പറയൂ. പിത്തം, കഫം, മലമൂത്രം എന്താണ് ടെസ്റ്റ് ചെയ്യേണ്ടത്? എന്റെ പൊന്നു സാറേ, എന്നെ ഓർക്കുന്നില്ലേ? ഒരാഴ്ച മുമ്പ് ഞാൻ ഇവിടെ വന്നിരുന്നു. അച്ഛനെ ഉറക്കി കിടത്താൻ വന്ന രാമനാഥൻ. ഞാൻ അച്ഛന് സാറ് പറഞ്ഞു സുന്ദരമായിട്ട് ഉറക്കി കിടത്തി. അച്ഛൻ സുഖമായി ഉറങ്ങി കാണുമല്ലോ. ഒരാഴ്ച നല്ല സുന്ദരമായിട്ട് അടിപൊളിയായിട്ട് ഉറങ്ങി. വെരി ഗുഡ്. ഇപ്പൊ പ്രശ്നമൊന്നുമില്ലല്ലോ. ഇപ്പോഴാ പ്രശ്നം. എന്ത് പ്രശ്നം? എന്റെ പൊന്ന് സാറേ, നേരത്തേക്ക് എന്ന് പറഞ്ഞാൽ രാവിലെ 10 മണി മുതൽ 5 മണി വരെ പുള്ളി ടൈപ്പ് ചെയ്തിട്ടുള്ളായിരുന്നു. ഇപ്പൊ അതല്ല, രാപകലില്ലാതെ ഫുൾ ടൈം ടൈപ്പാ. അത് ശരി. 10 മണി മുതൽ 5 മണി വരെ ടൈപ്പ് ചെയ്തുകൊണ്ടിരുന്ന അച്ഛൻ ഇപ്പോൾ ഉറക്കമില്ലാതെ രാപകലിരുന്ന് ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഉറക്കമില്ലെന്ന് എന്റെ അഭിപ്രായത്തിൽ തന്റെ അച്ഛൻ ഒരു പ്രത്യേക ടൈപ്പാണ്. ഇക്കണക്കിന് പോയാൽ ഞാൻ ഒരു ടൈപ്പ് ആവും. ഒരു പണി ചെയ്ത നിങ്ങൾ അപ്പോൾ അച്ഛനോട് തിരക്കില്ലേ? എന്തുകൊണ്ടാണെങ്കിൽ 24 മണിക്കൂർ ഇരുന്ന് ടൈപ്പ് ചെയ്യണമെന്ന് ചോദിക്കാൻ പാടില്ലായിരുന്നോ? ചോദിച്ചു. അപ്പോൾ അച്ഛൻ എന്ത് പറഞ്ഞു? അപ്പൊ പറഞ്ഞ എന്താണെന്ന് അറിയാമോ? നീ എന്നെ ഒരാഴ്ചയായിട്ട് ഉറക്കി കിടത്തിയതല്ലേ, ഈ ഒരാഴ്ചത്തെ വർക്ക് വേറെ കിടക്കുകയാണ്, അത് തീർക്കാനുള്ള ഓവർ ടൈം വർക്കാണ്. ഓം സ്വാഹ. കിന്നരി കിന്നരി കോനാരി നക്കി നക്കി നാച്ചിരെ ലിലി നക്കി നാച്ചിക്കത്തോരെ. നീ പോയില്ലെന്നോ? ഇല്ല, ഞാൻ പോവില്ല. നിന്നടാ പറഞ്ഞു പോകാൻ. ഡിങ്കിരി 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 പട്ടാളം. നീ ചിരിച്ചോണ്ടിരിക്കണം. നിന്റെ മൂത്തോടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്, എടി പോകാൻ. പറഞ്ഞനുസരിക്കില്ലല്ലേ?
വടേശിയെ ചട്ടിയിലാക്കി ചട്ടി കൂട്ടി അടിച്ച് എന്നോട് അവിടെ കളി പോകാൻ. മൂത്തോളെ ഞാൻ പറഞ്ഞ. എടോ താനത്തോടെ കിടന്ന് കാറിയത് ഇങ്ങോട്ട് വരുമ്പോ അങ്ങോട്ട് പോവാ. ഒരു വെള്ള സാരി എടുത്ത് ചോന്ന ഒട്ടൊക്കെ തൊട്ടിട്ട്. എടോ അതെന്റെ രണ്ടാമത്തെ മോള് കോളേജിൽ പോയതാ നേഴ്സിംഗ് പഠിക്കാൻ. അവളെപ്പോഴേലും പുറത്തേക്ക് ഇറങ്ങാ? അതെന്തിനാ? ആ സമയം നോക്കിട്ട് എനിക്ക് പുറത്തിറങ്ങാണ്ട് നിൽക്കാലോ. എടോ താനാരാടോ? താനോ? കറിയാച്ചൻ, അരച്ചൻ. ദേവസ്വയുടെ അച്ഛൻ. അവനല്ലേ പ്രശ്നം. എന്ത് പ്രശ്നം? അവനല്ലേ കംപ്ലീറ്റ് പ്രശ്നമാക്കിയത് ഇപ്പോഴേ. അവൻ ഈ ക്രിക്കറ്റ് കണ്ട് ഒരുതരം ഭ്രാന്തളിക. ഓന്റെ ധാരണ സച്ചിനാന്നാ. ഞാനവന്റെ അച്ഛനല്ലേ. എന്തൊക്കെ പ്രശ്നവും അവൻ ഓടിലും ഉറക്കത്തിലും ഒക്കെ ക്രിക്കറ്റ് കളില്ല. എന്റെ മഹാഗുരു ഒന്നത് മാറ്റിത്തരണം. വിളിക്കൂ എന്റെ മഹാഗുരു ഒന്നിന് മാറ്റിത്തരണം സ്വാമിയെ. വിളിക്കൂ മഹാഗുരു. കുഴപ്പമില്ല, നല്ല സുഖമുണ്ട് വിളിക്കാൻ. നിങ്ങളല്ലേ ചുട്ടകോഴിനെ പറപ്പിച്ചാള്? ഞാൻ ചുട്ടകോഴി പറപ്പിച്ചല്ല, ഞാൻ ചുട്ടകോഴി തിന്നയാള്. 2 ചപ്പാത്തിയും കൂട്ടി അടിച്ചു. അപ്പൊ നാഗവല്ലിനെ കെട്ടിയാള്? നാഗവല്ലിനെ കെട്ടിയത് ഞാൻ തന്നെ, പിടിച്ചു കെട്ടിയത് മേൽപ്പാടം. അപ്പൊ നിങ്ങള് കീഴ്പ്പാടം. കീഴ്പ്പാടത്തിന് എങ്ങനെ കൃഷിയൊക്കെ ഉണ്ടോ? നിങ്ങളുടെ തിരുമേനി എഴുന്നേൽക്കാൻ സമയമായി. തിരുമേനി എവിടെ? പൂജയിലാണോ? പൂജയിലോ? പൂജയില് വരാനായോ? വരാനായി. അവരെ സ്നേഹിക്കുന്ന എന്റെ യക്ഷി കുഞ്ഞുങ്ങളെ ഈ മഹാഗുരുവെ രക്ഷിക്കണേ. ഓം ഫട്ട് സ്വാഹ. അത് സ്പെഷ്യൽ എഫക്റ്റാ, കുറച്ച് ഓവറായി പോയാ. എന്താണ് ഒരു കാർച്ച കേട്ടത്? അത് കറിയാച്ചൻ. ആ പുതിയ കസ്റ്റമർ അതേ കിടക്കുന്നത്. എവിടെ? ഇയാളല്ല, മാറിപ്പോയി കേട്ടോ, ആള് മാറിപ്പോയി. എന്തോ ഇയാൾക്കെന്താ ഒരു പേടിയില്ലാത്തത്? ഇയാളും ആ പ്രേത സീരിയലിന്റെ നിർമ്മാതാവല്ലേ? അത് ശരി. എന്നാ പിന്നെ ഒന്ന് പേടിപ്പിച്ചളിയാ. ശിഷ്യ, എന്തോ നീ രക്തരക്ഷത്തിന് രക്തം കൊടുത്തില്ലേ? ഒരൊറ്റ കീറിയാൻ വെച്ചു കേട്ടോ, ബാക്കിയുള്ള പച്ചവെള്ളം കഴിച്ചിട്ട് 10 ദിവസമായി. രക്തരക്ഷത്തിന് രക്തം കൊടുക്കുന്നു. അവിടെ രാവിലെ മോള് തുടങ്ങിയ കരച്ചിലല്ലേ, അവസാനം എനിക്ക് ദേഷ്യം പിടിച്ചിട്ട് ആ പനയോട് ചാരി നിർത്തി അടിച്ചങ്ങ് കയറ്റി. 3 ഇഞ്ചിന്റെ ആണി 3 എണ്ണം. അത് ശരി. എന്തൊക്കെയാണ് നിന്റെ പ്രശ്നങ്ങൾ? എന്റെ പ്രശ്നങ്ങളാണുള്ളൂ സ്വാമി. എന്താ? എന്റെ മോന് ക്രിക്കറ്റ് കളിച്ചൊരുത്തരം പ്രാന്തായി. എന്റെ അവന്റെ പ്രാന്തൊന്ന് മാറ്റി തരണം സ്വാമി. അതെ സ്വാമി, ഒരു ഒഴിയ ബാധയാണ്. എന്തോ ലക്ഷണങ്ങൾ കണ്ടു സ്വാമി. ഞാൻ വീട്ടിലേക്ക് കയറിയപ്പോ മേശയില്ല, കസേലയില്ല, TV ഇല്ല, ഫ്രിഡ്ജ് ഇല്ല, ഇവയൊന്നും ഇല്ല സ്വാമി. അത് ഇൻസ്റ്റാൾമെന്റ് എടുക്കുമ്പോ ഓർക്കണായിരുന്നു. ഇവരല്ലേ നമ്മുടെ ഇവിടുത്തെ സാധനം അപ്രത്യക്ഷമാക്കിയത്. ലക്ഷണങ്ങൾ. ഒരു കറുത്ത പൂച്ച, ചുവന്ന കണ്ണുകൾ, രോമാവൃതമായ മേനി, അതിങ്ങനെ മന്ദം കഴിഞ്ഞ മാസം നീ പട്ടീന്റെ സൗണ്ട് എടുത്തിട്ട് പഠിപ്പിച്ച 18 സരക്കുണ്ട്. രോഗിയെ കൊണ്ടുവന്നിട്ടുണ്ടോ? കൊണ്ടുവന്നിട്ടുണ്ട്. വിളിക്കുക. മോനെ ദേവസ്യ, അങ്ങനെ വിളിച്ചവൻ കേൾക്കില്ല. മോനെ സച്ചിനെ, സച്ചു. ഇതൊക്കെയാണ് ഇവന്റെ സുഖേട് സ്വാമി. ഒന്ന് മാറ്റി തരണം സ്വാമി. സ്വാമി കണ്ടില്ലേ സ്വാമി? ഒന്ന് മാറ്റണം സ്വാമി. ഇതാണ് പ്രശ്നം. ഇതൊരു പ്രശ്നമില്ല. ശിഷ്യ, ഭസ്മം എടുക്കുക. കൊണ്ടുവരിക. നിന്നെ അടക്കിയിട്ട് കാര്യം. That possibility will be pretty high. I think England will take it straight away. What do you think, Ramesh?
to knock over Shoaib Akhtar, the night watchman, frustrated. ഇങ്ങോട്ട് പിടിക്കുക. മന്ത്രജലം കൊണ്ടുവരൂ. അയ്യോ അത് പ്രയോഗിക്കണോ? പ്രയോഗിക്കണം. വേണ്ട സിജു. എന്നാലേ ഇത് പോകൂ. വേണ്ട ഗുരു. കൊണ്ടുവാണോ? ആള് കാഞ്ഞു പോകും. കൊണ്ടുവാണോ? വേണ്ട. One over away from 80 overs and the possibility of the new ball. Possibility will be pretty high. I think England will take it straight away. സ്വാമി കുറയുന്നുണ്ട്. സ്വാമി സ്വാമി കുറയുന്നുണ്ട്. സംഭവം ഗ്ലൗസ് കഴിച്ചു സ്വാമി. സ്വാമി you are great സ്വാമി. You are great. Oh tickle this how I wonder what you want. ഒക്കെ മാറി മോനെ. ഒക്കെ മാറിയടാ. ഒക്കെ മാറിയില്ലേ? മാറിയോ? മഴ മാറിയോ? എന്നാ പിന്നെ കളി തുടങ്ങാ. ബാറ്റ് ചെയ്താ It's a false start. Remix जुगलबंदी 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 Remix जुगलबंदी